With these actions, we will begin the complete restoration of America and the revolution of common sense. It's all about common sense. അമേരിക്ക എന്ന ജനാധിപത്യ രാജ്യത്തെ ചക്രവർത്തിയായി വാഴുകയാണ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേറ്റ അന്നു മുതൽ തുടങ്ങിയ കൽപ്പനകൾ ഇന്നും അവസാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാധാരണവും ആരാധകരെ പുളകം കൊള്ളിക്കുന്നതുമായ വിളംബരങ്ങൾ ആവേശകരമായ ചർച്ചകൾക്ക് വഴിമരുന്നിടുകയും പല രാജ്യങ്ങളെയും ആശങ്കാകുലരാക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് ഒരു കൾട്ടായി മാറാൻ ശ്രമിക്കുകയാണ്. തന്റെ പ്രവൃത്തികളുടെ ഷോക്ക് വാല്യൂ അറിയാവുന്ന അദ്ദേഹം അത് മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു. അധികാരമേറ്റയുടൻ എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഒരു പെരുമഴയായിരുന്നു. അമേരിക്കൻ ഭരണഘടനയുടെ 2-ാം വകുപ്പ് അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റാണ് സർവ്വ സൈന്യാധിപനും എക്സിക്യൂട്ടീവിന്റെ തലവനും. ട്രംപ് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ അനുസ്യൂതം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതും അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് ട്രംപിന് അറിയാം. അതുകൊണ്ട് തന്നെ അവ നടപ്പാക്കുന്നതിനേക്കാൾ ഉപരി വലിയ ഷോ കാണിച്ച് ഞെട്ടിക്കുക എന്ന ഉദ്ദേശമാണ് അദ്ദേഹത്തിന് മുഖ്യം. അതിലൊന്നാണ് ജന്മാവകാശ പൗരത്വം. മിക്ക കുടിയേറ്റക്കാരും ആ നിയമസാധുത ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം സംബന്ധിച്ച് ഒരു വിവാദമുണ്ടാക്കിയാൽ അത് നടപ്പാക്കിയാലും ഇല്ലെങ്കിലും കുടിയേറ്റക്കാർ ഞെട്ടുമല്ലോ. അതുപോലെ തന്നെ നാടുകടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ കയ്യും കാലും ബന്ധിച്ച് മിലിറ്ററി വാഹനത്തിൽ കൊണ്ടുപോകുന്നതും കുടിയേറ്റ ലക്ഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. അമേരിക്കയേക്കാൾ ഏറെ താഴെ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾക്കെതിരെ വ്യാപാര യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ട്രംപ്. എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും മുന്നിൽ ഇത്തരം ഭീഷണികൾ ഇല്ലാതാനും. കൊളംബിയയെ താരിഫ് കാട്ടി ഭീഷണിപ്പെടുത്തിയ ട്രംപ് അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ വിജയിച്ചു. ആയുധം കൊണ്ട് ലോക പോലീസായിരുന്ന അമേരിക്ക താരിഫുകൾ കാട്ടി ലോകരാജ്യങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ്. ലോക ഇക്കണോമിക് ഫോറത്തിൽ ട്രംപ് വ്യക്തമാക്കിയതും ഇതുതന്നെ. മറ്റു പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളെ പോലെ അമേരിക്കയുടെ തലവിധി മാറ്റിക്കുറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. ആധുനിക അമേരിക്കയുടെ പിതാവ് എന്നറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാവരെയും നിഗ്രഹിക്കും ട്രംപ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ പല ഭരണനിർവഹണ ഏജൻസികളെയും അദ്ദേഹം വേരോടെ പിഴുതുകളയും. അത്തരം ഏജൻസികളെല്ലാം പ്രസിഡന്റിന്റെ അധികാരം വിഭജിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ലിബറൽ സ്ഥാപനങ്ങളാണ് എന്ന് ട്രംപ് കരുതുന്നു. മറ്റൊന്ന്, ബ്യൂറോക്രസി മുഴുവൻ സ്വതന്ത്ര ചിന്തയുമായി നടക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ് എന്ന് ട്രംപ് കരുതുന്നു. അതിനാൽ അവരെ മര്യാദ പഠിപ്പിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് ട്രംപ് കരുതുന്നു. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന പോലെ ഇലോൺ മസ്ക് എന്ന മനുഷ്യത്വ വിരുദ്ധനായ പണക്കാരനാണ് ട്രംപിന്റെ ഉപദേശകനും ഉറ്റ തോഴനും. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം?